നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. നടപടി സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയത്. ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചതിൽ പിടിയിലായ വ്യാജ ഡോക്ടറെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതി കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO. പിഴവ് സമ്മതിച്ച ആശുപത്രി അധികൃതർ. നിയമ നടപടികളുമായി മുന്നോട്ടെന്ന് മരിച്ച രോഗിയുടെ ബന്ധുക്കൾ. കൊട്ടാരക്കരയിൽ സ്കൂൾ ബസിന് മുകളിൽ മരം വീണു. സ്കൂൾ കെട്ടിടങ്ങൾക്കും നാശം. നിലം പതിച്ചത് ദീർഘനാളായി മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട മരം. യാത്രാക്ലേശത്തിൽ വലഞ്ഞ ഇടുക്കി പശുപ്പാറ നിവാസികൾ. റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് മരവിപ്പിച്ചതിൽ പ്രതിഷേധം. സമരത്തിനൊരുങ്ങി നാട്ടുകാർ. വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി. ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയത്. നിർമ്മാണം നിർത്താൻ നിർദ്ദേശിച്ച 7-ൽ 5 കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയിരുന്നു. സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, എന്താണ് സംഭവം? ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന മധുസൂദനൻ ഉണ്ണിത്താനാണ് റവന്യൂ വകുപ്പ് പ്രവർത്തനാനുമതി നിർത്തിവെപ്പിച്ച 7 കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയത്. അതായത് ജില്ലയിൽ 57 കെട്ടിടങ്ങൾക്ക് റവന്യൂ വകുപ്പ് മുൻപ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്തരം ഈ കെട്ടിടങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കരുതെന്ന് പിന്നീട് ഹൈക്കോടതി വിധിയുണ്ടായി. ഇതിൽ ഉൾപ്പെടുന്ന 7 കെട്ടിടങ്ങൾക്കാണ് പിന്നീട് ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയത്, പ്രവർത്തനാനുമതി നൽകിയത്. എന്നാൽ ഇത് തനിക്ക് അറിവില്ലായിരുന്നു, ഇത്തരത്തിലുള്ള കോടതി വിധിയെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്ന ഒരു വിശദീകരണമാണ് പിന്നീട് ഈ സെക്രട്ടറി നൽകിയത്. എന്നാൽ ഈ കെട്ടിടങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാനുള്ള കത്ത് നൽകിയതും ഈ സെക്രട്ടറി ആണെന്ന്, പഞ്ചായത്ത് കത്ത് നൽകിയതും സെക്രട്ടറി ആണെന്നുള്ളൊരു വിരോധാഭാസം കൂടിയുണ്ട്. എന്തായാലും ഈ സംഭവം വിവാദമായതോടെ ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഈ ഘടനയെ തുടർന്ന് ഇയാൾക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാളെ ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഈ മധുസൂദനോട് നിലവിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അശ്വതി. ശരി, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ചിന്നക്കനാലിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി വിജ്ഞാപനം ഇറക്കിയതിൽ പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി. വിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിന് മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം റദ്ദ് ചെയ്ത ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം, റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി ആരോപിച്ചു. 2002-ൽ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണത്തിനായി ചിന്നക്കനാലിൽ ഏറ്റെടുത്തത് 1490 ഏക്കർ ഭൂമിയാണ്. 3 ഘട്ടമായി വിതരണം നടത്തിയത് 668 ഏക്കർ മാത്രം. ബാക്കി 822 ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ ഭൂമിയിലാണ് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയത്. ആദിവാസികൾക്ക് അനുവദിച്ച ഭൂമി വനം വകുപ്പ് കൈയടക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി. കരട് വിജ്ഞാപനം ഇറങ്ങിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര റെയിൽവേ കോമ്പൗണ്ടിലെ മരം സ്കൂൾ ബസിന് മുകളിൽ വീണ് കേടുപാടുകൾ സംഭവിച്ചു. ചുറ്റുമതിലും ശുചിമുറിയും തകർന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തി നിന്ന മരങ്ങൾ മുറിക്കണമെന്ന് അധികൃതർ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇടുക്കിയിലെ പശുപ്പാറ 7-ാം നമ്പർ ലിങ്ക് റോഡ് ദുരിതപൂർണമായി തുടരുകയാണ്. വാഗമണ്ണിലേക്കുള്ള പ്രധാന വഴികളിലൊന്നായ റോഡിന്റെ നവീകരണത്തിനുള്ള ഫണ്ട് മരവിപ്പിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സർക്കാർ ഫണ്ട് മരവിപ്പിച്ചത്. ഈ കാണുന്നത് ഒരു അരുവിയല്ല. പൊട്ടിപ്പൊളിഞ്ഞ പശുപ്പാറ 7-ാം നമ്പർ ലിങ്ക് റോഡിലൂടെ വെള്ളമൊഴുകുന്നതാണ്. വാഗമണ്ണിലേക്കുള്ള പ്രധാന വഴികളിൽ ഒന്നായ ഈ റോഡ് 15 വർഷമായി തകർന്നു കിടക്കുന്നു. ബസ് സർവീസ് കൂടിയുള്ള ഈ റോഡ് നന്നാക്കണമെന്ന ജനങ്ങളുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് 4 വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചു.
പലതവണ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. പക്ഷേ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫണ്ട് സർക്കാർ മരവിപ്പിച്ചു. ഈ അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ടായി. ഉപ്പുതറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ സമരങ്ങൾ അരങ്ങേറുകയാണ്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയാണ് ഇവിടെ MLA ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അവരുടെ ഒന്നും പേര് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളും അവരെ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ പ്രഖ്യാപനവുമായിട്ട് കടന്നു വരികയാണ്. ഇവിടെ പറഞ്ഞു 2016 പല റോഡുകളും ആ 2015 കാലഘട്ടത്തിലെ അന്നത്തെ MLA പല റോഡുകൾക്ക് ഫണ്ട് വെച്ചു എന്ന് ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അതൊന്നും യാഥാർത്ഥ്യമായില്ല. MLA വാഴൂർ സോമനെതിരെയും പ്രതിഷേധമുണ്ടായി. ഇവിടെ ക്യാബിനറ്റ് കൂടിയെടുത്ത ഒരു തീരുമാനമാണ് ഫണ്ട് മരവിപ്പിക്കുവാൻ വേണ്ടി കാരണമായിട്ടുള്ളത് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സൂചിപ്പിച്ചു. അങ്ങനെ ക്യാബിനറ്റ് കൂടിയെടുക്കുന്ന തീരുമാനം തിരുത്തുവാൻ സ്ഥലം MLA കൂടിയായ വാഴൂർ സോമന് സാധിക്കുന്നില്ലെങ്കിൽ വാഴൂർ സോമൻ എന്ന പേര് മാറ്റി വാഴ സോമനാക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വ്യാജ ഡോക്ടറെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO ആയി ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കാണ് അറസ്റ്റിലായത്. രോഗിയുടെ ഡോക്ടറായ മകനും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ ഡോക്ടറെ കുടുക്കിയത്. 23 സെപ്റ്റംബറിന് രാവിലെ തന്നെ അച്ഛന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടുമായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ വളരെ അടുത്താണ് TMH ആശുപത്രി, ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിച്ചു, സ്ട്രെച്ചറിലകത്തേക്ക് എടുത്തു. അപ്പോൾ ഇനീഷ്യലായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്നാണ് അമ്മ അപ്പം ആ സമയത്ത് പറഞ്ഞത്. എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ആ സമയത്ത് ചണ്ഡീഗഡാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്, ചണ്ഡീഗഡ് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വീട്ടിലേക്ക് ഞാൻ അന്ന് രാത്രിയാണ് എത്തിയത്. ഒരു 3-4 ദിവസത്തിന് ശേഷം വീട്ടിൽ വേറൊരു മെഡിക്കൽ എമർജൻസി വന്നപ്പോൾ അതേ ആശുപത്രിയിൽ പോയപ്പോഴാണ് എൻ്റെ വൈഫും അവളും ഡോക്ടറാണ്. അവൾ ആ ഒരു ഡോക്ടറുടെ പേര്, അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന് പറഞ്ഞ ഡോക്ടറുടെ പേര് ആ ഒരു ഡോക്ടേഴ്സ് ലിസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. KMCT ആശുപത്രിയിൽ 2011 തൊട്ടിട്ട് ഇതുവരെ MBBS ബിരുദം പാസ്സാവാതെ, സെക്കൻഡ് ഇയർ പോലും പാസ്സാവാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് അച്ഛന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് രാത്രി ഒരു മെഡിക്കൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും രോഗിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഒരു രാത്രിയൊക്കെ ഒരാൾ പോവുക ഒരു ആശുപത്രിയിൽ. അപ്പം നമ്മൾ ആ സമയത്ത് ദൂരെയുള്ള ആശുപത്രിയിലേക്കല്ല, ആളെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ആശുപത്രി തന്നെ എപ്പോഴും പോവുക. അവിടുന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ട്രസ്റ്റ് വെച്ചിട്ടാണ് പോണത് ഇതുപോലത്തെ ആശുപത്രിയിലൊക്കെ. നമ്മുടെ അച്ഛനെയോ അമ്മയോ വേണ്ടപ്പെട്ടവരെയോ നോക്കുന്ന വ്യക്തി ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പം അത് ആ ഒരു ട്രസ്റ്റാണ് ഇതായിപ്പോയത്, ബ്രേക്കായിപ്പോയത്. വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കിന്റെ അറസ്റ്റിൽ വിശദീകരണവുമായി കോട്ടക്കടവ് TMH ആശുപത്രി. അബു എബ്രഹാം ലൂക്ക് ആശുപത്രിയിൽ നൽകിയത് മറ്റൊരു ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നുവെന്ന് മാനേജർ മനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിരവധി ആശുപത്രികളിൽ ഇയാൾ ഡോക്ടർ എന്ന വ്യാജേന ജോലി നോക്കിയിട്ടുണ്ട്. ചികിത്സയിൽ യാതൊരു സംശയവും തോന്നിയിട്ടില്ല. ഇയാളെ തേടി രോഗികൾ ആശുപത്രിയിലെത്തിയിരുന്നതായും മാനേജർ പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിൽ RMOമാരുടെ സേവനം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വിദ്യാർത്ഥികളെ ആശ്രയിക്കാറുണ്ടെന്നും ആശുപത്രി മാനേജർ പ്രതികരിച്ചു. കോഴിക്കോട് കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PM മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കുറ്റ്യാടി ടൗൺ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഇൻവെസ്റ്റിഗേഷന് അനുമതി നൽകിയതായി മന്ത്രി പറഞ്ഞു. ജാനകിക്കാട്, പെരുവണ്ണാമൂഴി, കക്കയം, വയലട ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള മുള്ളൻകുന്ന് ജാനകിക്കാട് നവീകരണത്തിനായി 2.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ പുഴയിൽ മുങ്ങി മരിക്കാൻ ആദരവർപ്പിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷമീന KK അവരുടെ
തൃശൂർ അന്തിക്കാട് SI VP അരിസ്റ്റോട്ടലിന് മർദ്ദനം. സ്റ്റേഷനിലെത്തിയ ആൾ SIയുടെ മുഖത്തടിക്കുകയായിരുന്നു. മൂക്കിന് ഗുരുതര പരിക്കേറ്റ SIയെ ആലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനമിടിച്ച കേസിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ അരിമ്പൂർ കൈപ്പുള്ളി സ്വദേശി അഖിലാണ് SIയെ ആക്രമിച്ചത്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ നേർച്ച സദ്യയ്ക്കായി നടത്തിയ കലവറ നിറയ്ക്കൽ ശ്രദ്ധേയമായി. കന്നി 20 പെരുന്നാളിന് വരുന്ന തീർത്ഥാടകർക്ക് നേർച്ച സദ്യയ്ക്കായാണ് കലവറ നിറയ്ക്കൽ. ഇടവകയിലെ 5 വാർഡുകളിലായി പ്രവർത്തിക്കുന്ന 28 കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിഭവ സമാഹരണം നടത്തിയത്. നമ്മുടെ പള്ളിയുടെ കന്നി 20 പെരുന്നാളിന്റെ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് എമർജൻസി നമ്പറുകളടക്കം 56 വർഷം മുൻപ് വിമാന അപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹാവശിഷ്ടം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന്. പത്തനംതിട്ട ഇലന്തൂർ ഓടാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് സൈന്യത്തിന് ലഭിച്ചത്. സൈനിക ഉദ്യോഗസ്ഥർ തോമസ് ചെറിയാന്റെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. 1968 ഫെബ്രുവരി 7-ന് ലഡാക്കിലുണ്ടായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനാപകടത്തിലാണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെ 102 പേർ മരിച്ചത്. 1968 ഫെബ്രുവരി 7-നുണ്ടായ സൈനിക വിമാന അപകടത്തിലാണ് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാൻ മരണമടയുന്നത്. തോമസ് ചെറിയാനോടൊപ്പം തന്നെ ഈ സൈനിക വിമാനത്തിൽ 102 പേരാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായും എല്ലാവരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. എന്തായാലും അതിനുശേഷം തോമസ് ചെറിയാനെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വലിയ ശ്രമമാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ദുർഘടമായ ലഡാക്കിലെ മഞ്ഞുമലയിലാണ് വിമാനം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ ഈ 22 വയസ്സുള്ള സമയത്താണ് തോമസ് ചെറിയാൻ ഈ സൈനിക ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം പരിശീലനം പൂർത്തിയാക്കി ഡ്യൂട്ടിക്കായി പോകുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. 56 വർഷങ്ങളാണ് പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. 22 വയസ്സ് മാത്രമായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്ന സമയത്ത് തോമസ് ചെറിയാൻ ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ആറന്മുള SHO ഇവിടെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ ആൾ വന്ന് അവർ നമ്മളോട് വന്നു. ആദ്യം തോമസ് ചെറിയാൻ ആരാണ് എന്നുള്ളതിനെ പറ്റി അവർ അന്വേഷിച്ചു. അങ്ങനെയാണ് അവരിവിടെ വരുന്നത്. അപ്പം ഇവിടെ വന്ന് നമ്മളോട് ഡീറ്റെയിൽ ചോദിച്ചിട്ട് നമ്മുടെ നമ്പരും അഡ്രസ്സും അവർ കളക്ട് ചെയ്ത് മിലിറ്ററിക്ക് കൊടുക്കുകയും മിലിറ്ററിക്കാരുടെ അവിടുന്ന് ഔദ്യോഗികമായി നമ്മളെ വിളിച്ച് ഇതുപോലെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1968 ഫെബ്രുവരി 7 പ്ലെയിൻ മിസ്സായെന്നും പറഞ്ഞ് നമുക്ക് ആദ്യത്തെ അറിയിപ്പ് ടെലഗ്രാം വരുന്നത്. അത് കഴിഞ്ഞ് 2003 ലെറ്റർ വന്നു. ആക്സിഡൻ്റ് ആയിരുന്നു. ആ പ്ലെയിന് ചണ്ഡീഗഡിൽ നിന്ന് കിട്ടി. അതിൽ 2-3 മൃതശരീരം കിട്ടി. നിങ്ങളുടേതിനെയും തോമസ് ചെറിയാൻ്റെ തിരക്കുന്നുണ്ട്, അത് കിട്ടുമ്പോൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. 2004 ശേഷം ഒരു അറിയിപ്പും ഇല്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ആറന്മുള പോലീസിൻ്റെ അവിടെ റിപ്പോർട്ട് വന്നതനുസരിച്ച് അവരിവിടെ വന്ന് വീട് തിരക്കി വന്ന ആളുണ്ടോ എന്നറിയാൻ സഹോദരന്മാരെ എല്ലാം കണ്ട് ഇവിടെ വന്നു. എന്തായാലും 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 4 മൃതദേഹം കൂടി ഈ സൈനിക ഉദ്യോഗസ്ഥർ ലഡാക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും പത്തനംതിട്ട സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയുള്ള വാർത്ത ഇന്നലെയാണ് സൈനിക ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെ ബന്ധുക്കൾക്ക് തോമസ് ചെറിയാന്റെ ബന്ധുക്കളെ അറിയിക്കുകയും മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും ഇപ്പോഴും പറയുന്നത് മഞ്ഞുമലയിലാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മൃതദേഹം പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ലാത്ത രീതിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രൂപം തന്നെ മൃതദേഹത്തിലുണ്ട് എന്നുള്ളതാണ്. ഇത്രയും വർഷം 56 വർഷം കഴിഞ്ഞിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബന്ധുക്കള്, സഹോദരനും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ മൃതദേഹം അവിടെ നിന്നും നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. സൈനിക വൃത്തങ്ങൾ അവരെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടിലുടൻ തന്നെ മൃതദേഹം എത്തിക്കും. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ പ്രതിയുടെ ആത്മഹത്യാ ഭീഷണി. സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്ത ജ്യോതിഷ് കുമാറാണ് മെഡിക്കൽ വാർഡിന് മുകളിൽ കയറി പരാക്രമം കാട്ടിയത്. ഏറെ സമയം പണിപ്പെട്ടാണ് ഇയാളെ താഴെ ഇറക്കിയത്. കത്തലാങ്കൽപ്പടി സ്വദേശി ഇഞ്ചക്കാട് ജ്യോതിഷ് കുമാറാണ് ഏറെ നേരം പോലീസിനെയും ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും വെള്ളം കുടിപ്പിച്ചത്. 2 സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്നം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നെഞ്ചുവേദന ഉണ്ടെന്ന് ജ്യോതിഷ് കുമാർ പോലീസിനോട് പറഞ്ഞു. വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ കബളിപ്പിച്ച് ഇയാൾ കെട്ടിടത്തിന് മുകളിൽ കയറിയത്.
ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ എത്തിയ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. വലിയ ഏണി വെച്ച് താഴെയിറക്കാൻ ശ്രമം നടത്തുന്നതിനിടെ ഫോൺ വേണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് നൽകാനെന്ന വ്യാജേന മുകളിൽ കയറിയ ഉദ്യോഗസ്ഥരാണ് ജ്യോതിഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ജ്യോതിഷിന്റെ വാദം. ന്യൂസ് 18 കോട്ടയം. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. പെരിങ്ങോട്ടുകര സെന്റ് സെറാഫിക് കോൺവെന്റ് സ്കൂളിലെ പ്രധാനാധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ടതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പൂട്ടിയിട്ടതെന്ന് മാതാപിതാക്കൾ പരാതിപ്പെട്ടത്. ആത്മഹത്യ ചെയ്ത വൈക്കം എഇഒ ശ്യാംകുമാർ വിഷം കഴിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിഷം കഴിച്ചതിന് ശേഷമാണ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തി. ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റ് കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഗംഗാവലി നദിയിൽ നിന്നും 2 മനുഷ്യ അസ്ഥികൾ കണ്ടെത്തി. ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ തിരച്ചിലിലാണ് അസ്ഥികൾ കണ്ടെത്തിയത്. ഇവ DNA പരിശോധനയ്ക്ക് അയച്ചു. അർജുന് പുറമെ കാണാതായ 2 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കർണാടക സ്വദേശികളായ ലോകേഷും ജഗന്നാഥും മണ്ണിടിച്ചിലിൽ കാണാതായവരാണ്. കായംകുളം നഗരസഭാ വാർഡ് 38-40 കൂടി കടന്നു പോകുന്ന ചാലപ്പള്ളി പാലം ചിറകുളങ്ങര പള്ളി റോഡിന്റെ 2ാം ഘട്ട പ്രവൃത്തി പൂർത്തിയായി. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷനായിരുന്നു. MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 ലക്ഷം രൂപ വിനിയോഗിച്ച് ചെമ്മക്കാട്ട് മുതൽ ചിറക്കുളങ്ങര പള്ളി വരെയുള്ള റോഡ് 1ാം ഘട്ടത്തിൽ പുനരുദ്ധരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ. P. ശശി കമ്മീഷൻ വാങ്ങുന്നു എന്നാണ് ഒരു ആരോപണം. കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ P. ശശി കക്ഷി ചേരുന്നു. ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നു. ചില തർക്കങ്ങളിൽ ഇടനിലക്കാരനായി കമ്മീഷൻ കൈപ്പറ്റുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങുന്നു. ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിക്കുന്നു. ശശിയുടെ ഫോൺ കോൾ എടുക്കാതായ സ്ത്രീകളെ അറിയാമെന്നും അൻവർ പരാതിയിൽ പറയുന്നു. പരാതിയുടെ പകർപ്പ് അൻവർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. TG സജിത്ത് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഗുരുതര ആരോപണങ്ങളാണ് ആ പരാതിയിലുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, അൻവർ CPM ഏറ്റുമുട്ടലിന്റെ ഏറ്റവും ഒടുവിലെ നീക്കമാണ് ഇപ്പോൾ PV അൻവർ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി അത് പരസ്യമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ അൻവർ അത് പരസ്യമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ഗുരുതര ആരോപണമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വളരെ മോശമായ ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന പ്രധാനപ്പെട്ട ആരോപണമാണുള്ളത്. ചില തർക്കങ്ങൾ വരുമ്പോൾ അതിൽ ഇടനില നിന്ന് കമ്മീഷൻ പറ്റുന്നു എന്ന ഗുരുതരമായ ആരോപണമുണ്ട്. 2 കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം പറ്റിയിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. ഒപ്പം തന്നെ ഈ 2 കേസുകൾ 2 പാർട്ടിക്കാർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി ഇവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ അവിശുദ്ധമായ ഇടപെടലുകൾ P. ശശി നടത്തുന്നു എന്ന ആരോപണമുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിവെച്ച് അവരെ വീണ്ടും വിളിച്ച് അന്വേഷിച്ച് ആക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊരു ശല്യമായി മാറിയപ്പോൾ ഫോൺ കോൾ എടുക്കാത്ത തരത്തിലുള്ള ആളുകളെ പോലും തനിക്കറിയാം എന്നതാണ് ഈ പരാതിയിലൂടെ P. ശശിക്കെതിരായ ആരോപണം അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചേർന്ന് വേണ്ടത്ര ജാഗ്രതക്കുറവുണ്ടായപ്പോൾ അത് പരിഹരിക്കാനും മികച്ച പോലീസിംഗ് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P. ശശിയെ നിയമിച്ചത്. പക്ഷേ അതിനു വിരുദ്ധമായിട്ടാണ് P. ശശിയുടെ ഇടപെടലുകൾ നടക്കുന്നത് എന്നടക്കമുള്ള ഗുരുതര ആരോപണമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ ഇടതുമുന്നണി കൺവീനർക്കും നൽകിയിരിക്കുന്ന ഈ ആരോപണത്തിലൂടെ
PV അൻവർ ഉന്നയിക്കുന്നത് ഗുരുതരമായ ആക്ഷേപമാണ് അൻവർ ഉന്നയിക്കുന്നത്. കാരണം P ശശിയുമായി ബന്ധപ്പെട്ട പഴയകാല വിവാദം നമുക്കറിയാം. CPM-ൽ നിന്ന് ഒരു ഘട്ടത്തിൽ പുറത്തു പോകേണ്ടി വന്നത് പരാതിയുടെ സാഹചര്യം അറിയാം. സമാനമായ സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നു എന്ന ഗുരുതര പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതി പരസ്യമാക്കപ്പെടുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും പോകും. കാരണം ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലം അതാണ്. ഗുരുതരമായ ആക്ഷേപമുണ്ട്. സ്വാഭാവികമായും CPM നേതൃത്വമടക്കം ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടിയും വരും. സജിത്ത്, ഇന്ന് 2 പൊതുയോഗങ്ങൾ നടക്കേണ്ടതായിരുന്നു PV അൻവറിന്റെ. പക്ഷേ ശബ്ദത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് അത് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും മാധ്യമങ്ങളെ അല്പസമയം മുമ്പ് PV അൻവർ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് താൻ അത്തരത്തിൽ മുന്നോട്ടിറങ്ങുകയാണെങ്കിൽ പലർക്കും അത് താങ്ങാൻ കഴിയില്ല എന്ന രീതിയിലുള്ള സൂചനകളൊക്കെയാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ഈ ശബ്ദമില്ലെങ്കിലും ശബ്ദം തനിക്ക് വേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലല്ലേ ഫേസ്ബുക്കിലൂടെ ഈ പരാതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്? തീർച്ചയായും അത് അൻവറിന്റെ നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി കൂടി മാറുകയാണ്. കാരണം CPM നേതൃത്വവുമായി ഉന്നയിക്കപ്പെടുന്ന CPM നേതൃത്വത്തിനെതിരെ ഇത് P ശശിക്കെതിരായ ആരോപണമാണെങ്കിൽ കൂടിയും അത് CPM നേതൃത്വം വിശദീകരിക്കേണ്ടി വരും. കാരണം മുമ്പ് ഈ P ശശിക്കെതിരായ ആക്ഷേപങ്ങളിൽ മറ്റ് ഗുരുതരമായ ആക്ഷേപങ്ങളൊന്നുമില്ല എന്നതായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ഔദ്യോഗിക ലെറ്റർപാഡിൽ MLA എന്ന നിലയിൽ ഔദ്യോഗിക ലെറ്റർപാഡിൽ കൈമാറിയ പരാതിയിൽ ഇക്കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അൻവർ ഇപ്പോൾ പുറത്തുവിട്ട ഈ രേഖകളിലൂടെ വ്യക്തമാവുന്ന കാര്യം. ഗുരുതര ആക്ഷേപം P ശശിക്കെതിരെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നു എന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിക്കാരെത്തുന്ന സ്ത്രീകൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായി എന്ന് ഭരണകക്ഷിയുടെ ഭാഗമായിരുന്ന ഒരു MLA തന്നെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായും മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ P ശശിക്ക് മാത്രമല്ല അത് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ CPM നേതൃത്വത്തിനും നേരുള്ള ഒരു വലിയ ആരോപണവും പ്രതിസന്ധിയായി കൂടി ഈ പരാതി പരസ്യമാക്കപ്പെടുന്നതോടെ മാറുകയാണ്. അതാണ് സെക്രട്ടറി കൂടി പറഞ്ഞതുപോലെ ഈ സ്ത്രീ വിഷയം അത് വളരെ ഗൗരവമുള്ളതല്ലേ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുമ്പോൾ അതിന് പരാതിക്കാരായി എത്തുന്ന സ്ത്രീകളിൽ നിന്നും നമ്പർ വാങ്ങി അവരോട് മോശമായി പെരുമാറുന്ന രീതിയിലാണ് അൻവർ ഇത്തരത്തിൽ റിട്ടേൺ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ല എന്ന് ജനങ്ങളോട് തുറന്നു പറയുകയാണ് അൻവർ. യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ വിഷയത്തിൽ അതുതന്നെയാണ് ഉണ്ടാവുന്ന പ്രതിസന്ധിയും. കാരണം അൻവർ നടത്തുന്ന നീക്കങ്ങളിലെ ഏറ്റവും മൂർച്ചയുള്ള നീക്കങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. കാരണം ഇതിനകം അൻവർ നടത്തുന്ന പൊതുയോഗങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ P ശശിക്കെതിരെ എന്താണ് അൻവർ ഉന്നയിച്ച ആക്ഷേപം, അതിൻ്റെ പ്രധാനപ്പെട്ട കാതൽ എന്താണ് എന്ന കാര്യം ഇതുവരെ പുറത്തായിരുന്നില്ല. പക്ഷേ ഈ പരാതിയിലൂടെ അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ രൂക്ഷമായി തന്നെ അത് ചർച്ച ചെയ്യപ്പെടും. ഒപ്പം CPM-ന് വിശദീകരിക്കേണ്ടി വരുന്ന പശ്ചാത്തലം കൂടിയായി മാറുകയാണ്. നമുക്കറിയാം, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നതാണ്. വീണ്ടും ഇത്തരമൊരു പശ്ചാത്തലം ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് P ശശി എന്ന മുൻപ് ആരോപണ വിധേയനായ വ്യക്തി തന്നെ അതിൽ കക്ഷിയാവുന്നു എന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തുടരുന്നതിനെതിരെയും നേരത്തെയും CPM-ൽ അഭിപ്രായമുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള പല നേതാക്കൾക്കും P ശശിയുടെ നിലപാടുകൾക്കെതിരെ എതിർപ്പുണ്ട്. അവരുടെ നിലപാടുകളൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമായി ഇത് മാറുകയാണ്. അതായത് അൻവർ ഇപ്പോൾ പാർട്ടിക്ക് അനഭിമതനും പാർട്ടി അണികൾക്കിടയിൽ അൻവറിനെതിരായ നീക്കം നടക്കുമ്പോൾ ഈ ശശിക്കെതിരായ വികാരമുള്ള ആളുകൾക്കിടയിലേക്ക് ഇത്തരമൊരു പരാതി പരസ്യമാക്കുന്നതിലൂടെ അൻവർ ലക്ഷ്യമിടുന്ന മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. സ്വാഭാവികമായും അത് CPM-നകത്ത് ചർച്ച ചെയ്യപ്പെടും എന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് PV അൻവർ ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ശരി സജിത്ത്, എന്തായാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് PV അൻവർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇടവേള. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇത്രയും കൂടുതൽ സ്വർണവും ഇത്രയും കൂടുതൽ കേസുകളും എടുക്കുന്നു. ഇത് രാജ്യദ്രോഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്ന മുസ്ലിം സാമുദായിക സംഘടനകളോടും പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിന് എന്നുള്ളതാണ്. ഇത് മലപ്പുറം
പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 10 കോടി രൂപ ചെലവിൽ 5 നിലകളിലായാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. പൈലിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത്. പരിപൂർണമായി ശീതീകരിച്ച ഒരു മുനിസിപ്പൽ ഓഫീസാണ് പട്ടാമ്പിയിൽ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. 8,97,00,000 രൂപയാണ് അതിന്റെ അടങ്കൽ തുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ 49 പൈലിംഗ് ആണ് നടത്തേണ്ടത്. ഒരു പൈലിംഗ് ഏകദേശം 8 മീറ്റർ താഴ്ച വരും. ഇപ്പോൾ 15 പൈലിംഗ് ഇപ്പോൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2025 സാധാരണക്കാരായ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് പ്രവൃത്തി നടത്തുന്ന കോൺട്രാക്ടറാണ് ഈ ULCC എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ സമയബന്ധിതമായി അത് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും എന്നാണ് നഗരസഭ വിശ്വസിക്കുന്നത്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും അനുസ്മരണ സമ്മേളനവും നടത്തി. കായംകുളം പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം G. ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് P. മുരളീധരൻ പിള്ള അധ്യക്ഷനായിരുന്നു. G. സദാശിവൻ, B. ജീവൻ, S. ലളിതമ്മ, പൊടിയൻ എന്നിവർ സംസാരിച്ചു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ മാർച്ച് 30 വരെയാണ് പരിപാടി. സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നെഹ്റു ട്രോഫി ജലമേളയുടെ വിധി നിർണയത്തിനെ സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനിടയിൽ വിജയികളായി പ്രഖ്യാപിച്ച വിയ്യപുരം ചുണ്ടനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. വെള്ളത്തിലെ തുഴച്ചിൽക്കാർ ഉപയോഗിച്ച തുഴകൾ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതല്ല എന്നതാണ് പുതിയ ആരോപണം. കളക്ടർക്ക് പരാതി നൽകി തീരുമാനമായില്ലെങ്കിൽ ആകും ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് UBC ഭാരവാഹികൾ അറിയിച്ചു. പന കൊണ്ടുള്ള തുഴകൾക്ക് പകരം തടിയും ഇരുമ്പും ഉപയോഗിച്ചുള്ള തുഴകൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടലിൽ ഉപയോഗിച്ചുവെന്നാണ് ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ ആരോപണം. പന കൊണ്ട് നിർമ്മിച്ച 2 തുഴകൾക്ക് ശേഷം തടിയും ഇരുമ്പും ഉപയോഗിച്ചുള്ള തുഴകൾ ഉപയോഗിക്കുന്നത് ദൃശ്യങ്ങൾ കാണാനാകുമെന്നും അവർ പറയുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിലും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പിഴവ് സംഭവിച്ചതായി ഭാരവാഹികൾ പറയുന്നു. ഇതിനെതിരെയാണ് ഞങ്ങൾ മുകൾ തട്ടിലേക്ക് അതിന്റെ പരാതിയായിട്ട് പോകുന്നുണ്ട്. കളക്ടറെ കാണുന്നുണ്ട്. ആദ്യം കളക്ടറുമായിട്ട് സംസാരിച്ച് ഇതിനകത്തൊരു തീരുമാനമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് കളക്ടർ ഈ ചെയർമാനായിട്ടുള്ള ഒരു ഇവന്റാണ് നടന്നത്. എത്രയും പെട്ടെന്ന് അധികാരിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നീതിയുക്തമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങുന്നത്. ഇതിന്റെ ഏതറ്റം വരെയും ഈ സംഘടനകളും ചുണ്ടൻവള്ള സമിതികളും ചേർന്നുകൊണ്ട് ഏതറ്റം വരെയും ഇതിനുവേണ്ടി ഈ നീതിക്ക് വേണ്ടി പോകും. തുല്യ പ്രാധാന്യമുള്ള ഒരു മത്സരം നടന്നിടത്ത് ഏകപക്ഷീയമായ വിജയം പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രതിഷേധം ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഫൈനലിൽ വള്ളങ്ങളുടെ വേഗത നിർണയിച്ചതിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട വിയ്യപുരത്തിന്റെ തുഴച്ചിൽക്കാരെ പോലീസ് മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നെഹ്റു ഭവനിൽ പ്രതിഷേധിച്ച PBCയുടെ തുഴച്ചിൽക്കാരും ക്ലബ്ബ് ഭാരവാഹികളും ഉൾപ്പെടെ 100 പേർക്കെതിരെ നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം വിധി നിർണയത്തെ സംബന്ധിച്ച് അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം മാത്രം ഹൈക്കോടതിയിൽ പോയാൽ മതിയെന്ന തീരുമാനത്തിലാണ് VBC. ന്യൂസ് 18 ആലപ്പുഴ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,020 രൂപ, പവന് 56,160 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,835 രൂപ, പവന് 46,680 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ അനുശ്രീ ചേരും. നമസ്കാരം.